ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തെ ഇത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഇതുണ്ട്, ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള നല്ല ആകാശം കണ്ടോ. നല്ല ഭംഗിയല്ലേ പ്രകൃതിയൊക്കെ കാണുമ്പോഴത്തേക്ക്, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല നല്ല പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ള നേരം വെളുത്ത് ഒരു 6:30 കാണും കേട്ടോ. അത്ര നേരത്തെ ആ സമയത്തുള്ള ഇതാണ് കേട്ടോ കാഴ്ചകൾ. ഇന്ന് ഞാനൊരു ദോശ കൊണ്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ തലേദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മാവ് അരച്ച് വെച്ച് തലേദിവസം അരച്ച് വെച്ച് പുളിച്ച് വന്നതാണ് കേട്ടോ മാവ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് രണ്ട് കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ദോശയിലേക്ക് അതിന് വേണ്ടി ദോശയ്ക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അതിന് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചീനിച്ചട്ടി അടുപ്പയിലേക്കൊന്ന് വയ്ക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റി മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിതാ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാനിത് സവോള അരിഞ്ഞത് ഇഞ്ചിയും മുളകും കൂടെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്കിപ്പോൾ വെജിറ്റബിളൊക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റും ക്യാബേജും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല ദോശയ്ക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് മസാല ഉണ്ടാക്കുവാണ് കേട്ടോ. സവോളയും കിഴങ്ങും മാത്രം ഇട്ട് ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ ദോശക്കകത്ത് വെച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് പച്ചക്കറികൾ വേണമെന്നുണ്ട്, അത് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർക്കാം കേട്ടോ. കോളിഫ്ലവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചെറുതായിട്ട് കഴിഞ്ഞാൽ അതുമൊക്കെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശക്കകത്ത് വെച്ച് മസാല ദോശയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഇതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സബോളയ്ക്കകത്തേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇച്ചിരി ചേർത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് ചേർക്കുന്നുണ്ടല്ലോ, പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പച്ചമുളക് എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർക്കണമെന്നില്ല കേട്ടോ. ഇതെല്ലാം ഈ പറയുന്ന പച്ചക്കറിയൊക്കെ നമുക്കിങ്ങനെ പകുതി വേവിലോ അല്ലെങ്കിൽ മുഴുവൻ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് വേവിലായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വഴറ്റിയെടുത്താൽ മാത്രം വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്താലും മതി കേട്ടോ. ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് പോരാത്തവർക്ക് അല്പം മുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പുളിയുടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അല്പം തക്കാളിയും കൂടെ വേണം, ഒരു 2 തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ഇതൊന്ന് മസാലയൊന്ന് ഈ മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കിഴങ്ങ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. വെച്ചതിൻ്റെ അകത്തേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കണ്ട കേട്ടോ. ഒരു തുള്ളി വെള്ളം ചേർക്കുക കേട്ടോ. ഇച്ചിരി വെള്ളം നിങ്ങൾ കണ്ടല്ലേ ഞാൻ ചേർക്കുന്നത്. അതേപോലെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ദോശയിലേക്ക് ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കാനായിട്ട് മാവ് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തലേദിവസം അരച്ച് വെച്ച് പുളിച്ച് വന്ന മാവാണ് കേട്ടോ. ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മാവാണ്. അത് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതേപോലെ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തു. അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് കല്ലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് പരത്തി കൊടുക്കുക, കനം കുറച്ച്.
ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മസാല ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ നമ്മളൊന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം കുറേശ്ശെ മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മസാല ഇട്ട് ഞാൻ കൊടുത്തു. അത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇത് നേരെ രണ്ടായിട്ട് പകുതിക്ക് മടക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതേപോലെയാണ് കേട്ടോ മടക്കുന്നത്. ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു. ഇതേപോലെ നമുക്ക് വലിയ ദോശക്കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ ദോശക്കല്ലിൽ നമുക്ക് ഇതേപോലെ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ചെറിയ വട്ടത്തിലുള്ള ദോശക്കല്ലാണുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണ്. ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. മസാല ദോശയുടെ കൂടെ ഞാനിത് ചമ്മന്തിയും കൂടി, തേങ്ങാ ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാ ചമ്മന്തി ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി ഇതും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഉള്ളിച്ചമ്മന്തി തേങ്ങാ ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് തേങ്ങാ ചമ്മന്തി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ സുബിച്ച. വാ. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ മതിയോ? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്.